1966 ജനുവരി 26 ഓസ്ട്രേലിയയിലെ ഗ്ലെനൽഗ് ബീച്ചിലൂടെ 3 കുട്ടികൾ സഞ്ചരിക്കുന്നു. പതിറ്റാണ്ടുകളോളം അന്വേഷകരെ വേട്ടയാടിയ തിരോധാന കേസ് അവിടെ തുടങ്ങുകയാണ്. ഓസ്ട്രേലിയയിലെ അഡ്ലെയ്ഡിൽ താമസിച്ചിരുന്ന ഗ്രാൻഡ് ജിം ബ്യൂമോണ്ടിന്റെയും നാൻസി ബ്യൂമോണ്ടിന്റെയും കുട്ടികളായിരുന്നു ജെയിൻ ബ്യൂമോണ്ടും അർന ബ്യൂമോണ്ടും ഗ്രാൻഡ് ബ്യൂമോണ്ടും. വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ ദൂരെയുള്ള ഗ്ലെനൽഗ് ബീച്ചിൽ ഉല്ലസിക്കാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. 1966 ജനുവരി 26 രാവിലെ അമ്മയുടെ അനുവാദത്തോടെ മൂവരും ബസ് മാർഗം ബീച്ചിലേക്ക് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 12 മണിക്ക് തിരിച്ചെത്തണമെന്ന് മൂവർക്കും അമ്മ നിർദ്ദേശവും നൽകി. എന്നാൽ 12 മണി കഴിഞ്ഞിട്ടും ജെയിനും അർണയും ഗ്രാൻഡും തിരിച്ചെത്തിയില്ല. 2 മണിക്കുള്ള അവസാന ബസ്സിലും അവർ തിരിച്ചെത്താത്തതിനാൽ പരിഭ്രാന്തിയിലായ നാൻസി ഭർത്താവ് ജിമ്മിനെ അറിയിക്കുന്നു. ജിം ഉടനെ എത്തുകയും ഇരുവരും ചേർന്ന് ബീച്ചിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ തിരക്കേറിയ ബീച്ചിൽ അവർക്ക് കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്തുള്ള സ്ട്രീറ്റുകളും സുഹൃത്തുക്കളുടെ വീടുകളും സന്ദർശിച്ച് ജിമ്മും നാൻസിയും തിരച്ചിൽ തുടർന്നു. വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടും കുട്ടികളെ കണ്ടെത്താനാവാതെ വന്നപ്പോൾ അവർ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് ഉടനെ തന്നെ അന്വേഷണം ആരംഭിക്കുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന അനുമാനത്തിൽ പോലീസ് ഗ്ലെനൽഗ് ബീച്ചിന്റെ സമീപ പ്രദേശങ്ങളിലും വിമാനത്താവളങ്ങളിലും റെയിൽവേ ലൈനുകളിലും അന്തർ സംസ്ഥാന റോഡുകളിലും തിരച്ചിൽ ആരംഭിച്ചു. ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ രാജ്യം മുഴുവൻ തിരോധാന കേസിന്റെ വാർത്ത പരക്കുന്നു. മണിക്കൂറുകൾക്കു ശേഷം ഈ 3 കുട്ടികളെയും ഒരു പുരുഷന്റെ കൂടെ ബീച്ചിൽ കണ്ടു എന്ന അവകാശവാദവുമായി ഒരു സ്ത്രീ പോലീസിനെ സമീപിക്കുന്നു. 30 വയസ്സ് തോന്നിക്കുന്ന അയാളോടൊപ്പം കുട്ടികൾ കളിക്കുകയായിരുന്നുവെന്ന് സ്ത്രീ പറഞ്ഞു. ഇതേ അവകാശവാദവുമായി നിരവധി സാക്ഷികൾ പോലീസിനെ സമീപിച്ചു. എന്നാൽ തന്റെ മക്കൾ അപരിചിതരോടൊപ്പം കളിക്കുകയില്ലെന്ന് നാൻസി അഭിപ്രായപ്പെട്ടു. ഈ 3 കുട്ടികൾ തന്റെ കടയിൽ നിന്നും പാസ്റ്റിയും മീറ്റ് പീസും വാങ്ങിയിരുന്നതായി ഒരു കച്ചവടക്കാരൻ പോലീസിനെ അറിയിച്ചു. എന്നാൽ ഇത്രയധികം ആഹാരം വാങ്ങാനുള്ള പണം ഞാൻ കുട്ടികൾക്ക് നൽകിയില്ലെന്നും മക്കൾ മാംസാഹാരം കഴിക്കാറില്ലെന്നും നാൻസി അഭിപ്രായപ്പെട്ടു. എങ്കിൽ ആഹാരം വാങ്ങാനുള്ള അധിക പണം കുട്ടികൾക്ക് എങ്ങനെ ലഭിച്ചു? കുട്ടികളോടൊപ്പമുണ്ടായിരുന്ന ആ വ്യക്തി ആര്? അഴിക്കുംതോറും മറ്റൊരു കുരുക്കിലേക്കു നീങ്ങുന്ന അത്യന്തം ദുരൂഹതയായിരുന്നു അന്വേഷകർക്ക് നേരിടേണ്ടി വന്നത്. ഏകദേശം 1 വർഷത്തോളം 3 കുട്ടികളെയും കണ്ടുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിരവധി പേർ പോലീസിനെ സമീപിച്ചു. സാക്ഷികൾ ഏറെയുണ്ടായിരുന്നിട്ടും പോലീസിന് കുട്ടികളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. 2 വർഷങ്ങൾക്കു ശേഷം നാൻസിക്ക് ഒരു മെയിൽ വരികയാണ്. കാണാതായ മൂത്ത മകൾ ജെയിൻ എഴുതിയ രീതിയിലായിരുന്നു മെയിൽ ഉണ്ടായിരുന്നത്. മെയിൽ വന്നിരുന്ന വിക്ടോറിയ എന്ന സ്ഥലത്ത് പോലീസ് അന്വേഷിച്ചെങ്കിലും എഴുതിയയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം മറ്റൊരു മെയിൽ വരികയാണ്. ദ മാൻ എന്നെഴുതിയ മെയിലിൽ നിങ്ങളുടെ 3 കുട്ടികൾ എന്നോടൊപ്പമുണ്ടെന്നും മെയിലിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് വന്നാൽ കുട്ടികളെ നൽകാമെന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. ജിമ്മും നാൻസിയും കുട്ടികളെ കണ്ടെത്താനായി നിയോഗിച്ച ഡിറ്റക്റ്റീവിനൊപ്പം നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്തെത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. രണ്ടായിരത്തി 92 വയസ്സിലായിരുന്നു നാൻസി മരണപ്പെട്ടത്. നാൻസിയുടെ കല്ലറയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദ ലവിംഗ് മദർ ഓഫ് ജെയിൻ അർണ ഗ്രാൻഡ്.